ബിസ്ക്കറ്റ് കയ്യിലിരിപ്പുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വേഗം വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് നമുക്കിത് പൊട്ടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്ലേവറിന് ഏലക്കയാണ്. അപ്പോൾ ഞാൻ 4 ഏലക്ക എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിന് മധുരം കുറവാണ്, അതുകൊണ്ട് നമ്മൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൾസ് ചെയ്ത് വേണം നല്ല പോലെ പൊടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ചൊന്ന് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് നല്ല ഈ ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് കളർ ചേഞ്ച് ആവരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. ഈ കളറാകുമ്പോൾ നമുക്ക് ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാനിലേക്ക്, ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഇത് ഹാർഡായിട്ട് നമുക്ക് ചുറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ചൂടായിരിക്കും, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പശുപാലാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ടാവും നെയ്യ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് അരിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ആ ലാസ്റ്റിലുള്ള ചെറിയ ചെറിയ തരികൾ നമുക്കങ്ങ് മാറ്റാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ടാവണം. ഒട്ടും ചൂടില്ലാതെ റൂം ടെമ്പറേച്ചറിലാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ ഇളക്കാനുള്ള ഈസി ആവുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ടിന്ന് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ചൂട് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഈ കേക്ക് ടിന്ന് അടച്ച് വെക്കാനായിട്ട് ഒരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ച് അടച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ മേലെ വേണം ഈ പാത്രത്തിൻ്റെ അടപ്പ് വെക്കാൻ. ചിലപ്പോൾ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിന് പാകത്തിനുള്ള അടപ്പുണ്ടെങ്കിൽ അടച്ചു വെച്ച് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടച്ചിട്ടൊന്നുമില്ല, എന്നാലും വെള്ളം കയറിയിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 30 മിനിറ്റ് നമ്മൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്, ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികളടക്കം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് തണുപ്പിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ, കാരണം തണുപ്പിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും കൂടെ തീർത്തായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ അതേ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് kannur കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.